തിങ്കൾ വന്ന് കൊണ്ടുവന്ന പാൽക്കുടം ഇങ്ങനെയാണ് ഗേസ് ഞങ്ങളുടെ അലമാരന്റെ ഇപ്പോഴത്തെ സ്ഥിതി. ഇന്ന് ഞങ്ങൾ സെറ്റായി കാണിച്ചു തരാം. അല്ലെങ്കിൽ എന്ത് പണിക്കാസ് കൂടെ അല്ലേ ഇന്ന് ആവശ്യമുണ്ട്. അപ്പോൾ ആസികൻസോട്ട് തന്നെ പാടി തുടങ്ങിനാ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് കൂട്ടത്തെ ഓട്സ് എങ്ങനെ ആക്കുന്നത് കാണിച്ചു കൊടുക്കാം. നീ കുക്കർ ഇഷ്യൂ ആയിട്ട് അതൊന്നും അറിയാത്ത ആൾക്ക് ഇതിപ്പോൾ ഒരു ഗ്ലാസ് ആക്കുന്നത് ഗൈസ്. ഒരു ഗ്ലാസ് ഞാൻ കുടിച്ചിട്ടായിട്ട് ആസ്മിന് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇതൊരു ഗ്ലാസ് തന്നെ ഇപ്പോൾ ഉള്ളത്. ഒന്ന് പൊളിഞ്ഞു. പിന്നെ ബദാമിന് തൊല്ല. ബദാം പോത്തിരി വെക്കണം. അതും കുടിച്ചെല്ലി കൊടുക്ക്. ബദാം തോറ്റുമ്പോ അറിയല്ലോ ഇത് പോത്തിരി. രാത്രി പോത്തിരി വെച്ചിട്ട് അതിന്റെ തൊലി കളഞ്ഞ ശേഷം കഫെന്ന് പറഞ്ഞ ഗെയ്സ്. അപ്പൊ ആസിക്ക് ഓട്സ് ഇത് തൊല്ലുമ്പോ ഫാസ്റ്റ് ആക്കാം. അപ്പോൾ സാധനം റെഡി ആകുന്നുണ്ട്. വീലേക്ക് കുറച്ച് പിസ്ത, പാലിട്ട് ഇത് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഇതിലാണ്. വെള്ളം നല്ല ചൂടാകുന്നുണ്ട്. പിന്നെ ഇതുണ്ട് ഓട്സ്. നമ്മളുടെ നമുക്ക് ഇതിൽ പൈസ തരാം. പിന്നെ ഇതാ 2 സ്പൂണ് ഇതിടാം. 2-3 ഇട്ടാൽ ഞാൻ സാധാരണ 3 സ്പൂണാണ് ഇടുന്നത്. ഇത്ര ഇടലില്ല. 2 സ്പൂൺ ഇട്ടാൽ മതി. കുറേ വേണ്ട. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഫുള്ള് മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതിടാം. എന്നിട്ട് ചൂട് വെള്ളം അതിലേക്ക് ഒഴിക്കാം. ഞാൻ പൊട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കാം. ചൂടുവെള്ളത്തിലേക്ക് ഓട്സ് ഇട്ടിട്ട് ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ. അത്ര വെള്ളം കൂട്ടുന്ന നീ സാധാരണ ഇതെല്ലാം ഉള്ളല്ലേ. പാല് പിന്നെ കൊറേ ഇട്ടെങ്കിലേ കഫം പറയുന്നത്. ഇത് ഇനിയിപ്പോ അതിന് ഒരു റൗണ്ട് അടിക്കാൻ ഉണ്ടാവുക. ഇതിപ്പോ ഒരാൾക്കുള്ളത് ആക്കുന്നുള്ള. അപ്പൊ ഇത് ഞാൻ കുടിച്ചിട്ടായിട്ട് ഗ്ലാസ് കുടിക്കും. ഈ ഗ്ലാസ് 2 ഉണ്ടായി. പ്രാരംഭം പറയണ്ട. 2 ഉണ്ട്. ഒന്ന് പൊളിഞ്ഞേ. ഒന്ന് പൊളിഞ്ഞ് താക്ക് മുട്ട് പൊളിഞ്ഞു. നീ എന്നെ ഒഴിച്ചല്ലോ ഞാനല്ല. ഇത് ഞങ്ങളെ കഫാട്ട് കേസ്. എത്ര വൃത്തികേടാണ്. ചെല്ലിട്ട കേസിനോട് ഇന്ന് ഞായറാഴ്ച ഇങ്ങനെ കൗശലത്തിൽ വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ തിരക്കാക്കിട്ട് പോന്നെ. അപ്പൊ ഇന്നിപ്പോ ഇതെല്ലാം സെറ്റാക്കാണ്ട് കുറച്ച് പണിയുണ്ട് കേസ്. ഇത് കഫാട്ടെല്ലാം അങ്ങനെ കച്ചറായിട്ട് വെച്ചിട്ടുള്ള ഫുൾ അടുക്കി വെക്കാണ്ട് കുറച്ച് പണിയെല്ലാം ഉണ്ട്. കിച്ചണിലെ കച്ചറയാണ് കേസ്. സോറി, ഇംഗ്ലീഷിൽ തന്നെ ശുദ്ധ പണിയാ. അതില് കട്ടാക്ക കത്തി എന്താ എന്താ 2 കണ്ടോലോ. ഞങ്ങൾക്ക് ഇതിനോട് കുറെ സമയം ചെലവഴിക്കാൻ ഞങ്ങൾക്കില്ല. കാര്യം പറഞ്ഞു കത്തി എടുക്ക. അപ്പൊ ഇങ്ങനെ ഇതാക്കാം. ഇത് പൊളിക്കാം. പിന്നെ എന്നിട്ട് ഇത് ഇടാം. ഇട്ടിട്ട് എന്ത് പണിയില്ല ഗൈസ്. ഞാൻ ഇപ്പൊ എളുപ്പത്തിന് ഞാൻ ചെല്ലിത്തരാം ഗൈസ്. ഫസ്റ്റ് ഞങ്ങൾ ഈ ചൂടുവെള്ളത്തിൽ ഇതിൽ കുറച്ച് വെള്ളം ചൂടാക്കുക ഗൈസ്. എന്നിട്ട് ഇതിലേക്ക് മറ്റെന്തിടുന്ന നമ്മളെ ഓട്സ് ഇടും. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കും. പിന്നെ ഈ പഴം അരിഞ്ഞിട്ട് ഇടും. പിന്നെ ഈ പിസ്ത ഇടും, വാൾനട്ട് ഇടും, ബദാം ഇടും. പിന്നെ ലാസ്റ്റ് ഒരു കഥ ഉണ്ട്. ഏത്? അതാണ് ആശാൻ പാൽ. ഇത് ഒഴിച്ചിട്ട് ഒരു ഷെയ്ക്ക് ഉണ്ട് ആസിക്കിന്റെ. ആ ഷെയ്ക്കാണ് കാണാൻ പോകുന്നത്. സസ്പെൻസ് പൊട്ടിച്ചില്ല. ഈത്തപ്പഴം ഉണ്ട്. പിന്നില്ല, പിന്നെ നമ്മളെ കാര്യമായിട്ട് ഉണ്ട് ഇവിടെ തേന്. അതാണ് ഇവിടെ ഹൈലൈറ്റ് കേസ്. അതും കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തെങ്കിലേ സെറ്റ്
ഫസ്റ്റ് പിന്നെ ഞമ്മ വേറൊന്നും തിന്നണ്ട. കാലത്തെ ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഇതങ്ങനെ പൊടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിങ്ങനെ കുറച്ച് കട്ടാക്കിട്ടിടാം. പിസ്ത ഒന്നും കട്ടാക്കല്ല. പിസ്ത നമുക്ക് ഇതാക്കാം, എന്ത് മുറിക്കാം. മുറിക്കുന്നല്ലേ അല്ല, കയ്യില് കൊല്ലിയ മതി വേണം. ഇല്ലേ അത്ര ഫാഷൻ നമുക്കല്ലേ ഫാഷൻ അങ്ങനത്തെ. ഗൈസ്, അപ്പോൾ നമ്മളെ റൂമിന്റെ വീഡിയോ കണ്ട ആൾക്കാരായിട്ടുണ്ടാവും പലതും. ഇതിന് മുമ്പുള്ള വീഡിയോ ഞങ്ങളെ ഡേ ഇൻ മൈ ലൈഫിൽ ഞങ്ങളെ റൂമിനെ പറ്റി ഞാൻ പറഞ്ഞു തന്നിന്. തിന്നും ശരിയാവത്തല്ല, കഫ് എന്ന് പറഞ്ഞിട്ട് മൂക്കിലൂടെ തൊണ്ടയിൽ ആർജിക്കുകയാണ് ഗൈസ്. കഫ് എന്ന് പറഞ്ഞു ഗൈസ്, അതാണ് സൗണ്ടിന് ചെറിയ പ്രശ്നം. ഗാംഭീര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികമാണ്. സോറി ഇവിടെ ഞങ്ങളാ ഇവിടെ ഫുള്ള് ഒന്നെടുത്തിട്ട് പോണം, ഒന്ന് ഫിറ്റാക്കാൻ. ഇപ്പൊ ഫാൻ്റെ ഫിറ്റാക്കി. ഇപ്പൊ ഫാൻ തിരിഞ്ഞ് ഫുള്ള് ഞായറാഴ്ച കണ്ട് ഉറങ്ങുന്നുണ്ട് ഗൈസ്. ഇല്ലെങ്കിൽ ഈ സമയത്ത് എല്ലാവരും എണിക്കുന്ന സമയം. ഫുള്ള് ഇവിടെ മിക്സിങ് തുടങ്ങി ഇടാം. ഡാബ്ജി വന്നത്. അപ്പൊ ഒരു ഷെയ്ക്കിങ് കഴിഞ്ഞ് കുറച്ച് തേൻ ഒഴിച്ചിട്ട് കുറച്ച് തേൻ ഒഴിക്കാനുണ്ട് ഗൈസ്. തേന് ഭ്രാന്തൻ. ഇത് എത്തോപ്യൻ തേന്. മതി കൊറേ ഇടണ്ട. സൈപ്പൂന്റെ തേന് കേസ് ചെയ്തു. ഇത് ഇപ്പൊ അറിയാൻ ബാക്കി ഉണ്ടായ ഇതെന്താ ഇപ്പൊ ഞാൻ ഒരു കോലം കെട്ട പോലെ ഉണ്ടാ സാല് ഗൈസ്. കുടിച്ചിട്ടൊന്നും ഇല്ല, എണിച്ചിട്ട് എങ്ങനെ ഇതാക്കുന്നത്. ഇത് ഞങ്ങൾക്ക് മറ്റേ അല്ല ഫാമിന്ന് ഓർഡർ ഇത് വന്ന പ്രൊമോഷൻ വീഡിയോ. ഇത് നല്ലൊരു പാലാണ്, ഫ്രഷ് മിൽക്ക്. ഇത് ഞങ്ങൾക്ക് നല്ല പൈസ കിട്ടുന്നില്ല. പിന്നെ ഗൈസ് ഞങ്ങ പാത്രം കവാൻ ഉപയോഗിക്കുന്ന പ്രില്ലാണ് ഗൈസ്. ഇതിന്റെ അഡ്വർടൈസ്മെന്റ് അങ്ങനെ പാലയിച്ച് കഴിഞ്ഞ് ഗൈസ്. പാലിട്ടിട്ടൊരു തിരിയലാണ്. പിന്നെ പാലിന്റെ കണക്കില്ല എന്തെങ്കിലും ഗൈസ്. ഇതിപ്പോ നോർന്ന് ഒരു മുക്കാ പകുതിയാണ് ഇതെല്ലാം ഇട്ടിട്ടാകുമ്പോ. അപ്പൊ ബാക്കി എത്ര പേര് അത്ര ഒഴിക്കുന്ന പാൽ. അതിന്റെ ഒരു കണക്കില്ല. നിങ്ങളെ ചട്ടിനനുസരിച്ചിട്ട് ചട്ടി വലുതാണെങ്കിൽ ഇനി ഒഴിക്കാം പാല്. ചട്ടി അപ്പൊ സാധനം റെഡി. നമ്മളെ ഇതിങ്ങനെ പിടിക്കാം. ഇതിങ്ങനെ തിരിച്ചങ്ങനെ ഇടത്തെ കയ്യിൽ പിടിച്ച് വലത്തെ വശത്തോട് ചേർന്ന് പിടിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ രണ്ടോട്ടം കുലുക്കിയിട്ട് സ്മെല്ലാണ്ട് കുടിക്കാം. സ്മെല്ല ബാക്കിയുള്ള തെറിച്ച് അങ്ങനല്ല, അങ്ങനെ ഓരോ വാക്കൊക്കെ കണ്ടിട്ട് അപ്പൊ നല്ല കൊതിയോറും രുചികളാണ്. ഇട്ടത് അറിഞ്ഞിട്ട് തേന് കുറേ ആണ്. ഇതിൽ ന്യൂട്രീഷനും പിന്നെന്താ പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നു ഗൈസ്. എന്റെ കുറച്ച് സ്പെഷ്യലാണ്. മുളക് ടേസ്റ്റ് നോക്കി കസിയ ഞാൻ തോന്നിട്ട് കാണിക്കുന്നു. ഞാൻ കുറച്ച് പാല് കുറച്ച് വെച്ചിന്. താല്പര്യമില്ല. പണ്ട് പ്രോട്ടീൻ എതിരാണ്. പ്രോട്ടീൻ കുടിച്ചിട്ട് കഴിച്ചാൽ പിന്നെ നമുക്ക് കുറേ പരിപാടിയെല്ലാം ഉണ്ട്. ഇങ്ങനെ വെച്ചു. അപ്പം പിന്നെ കുറച്ച് പരിപാടിയെല്ലാം ഉണ്ട് ഗൈസ്. അപ്പോൾ അതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ പിന്നെ റൂം ആഴ്ചയിലേക്കുള്ള റൂം ക്ലീനിങ് ആണ് ഇപ്പം നടക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ
ഗൈസ് അപ്പോൾ നമ്മളെ ക്ലീനിങ് കഴിഞ്ഞിരിക്കുന്നു. ഇനി തോർത്താനില്ല, ഈ കാർപ്പറ്റ് ഇട്ടോണ്ടില്ലേ. മുടിയുടെ അഴകിനെ കുറിച്ചും മുടി പോകുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. ഇന്നത്തെ ഞങ്ങൾ അതിഥി ബാബ സുരേഷ് മുടി വൈദ്യൻ. നമുക്ക് മടിക്കിട്ടൊക്കെ പണിയുണ്ട്, ശരിയാക്കാണ്ട് മാരക പണി. മറ്റേ മാറ്റ് ഇട്ടോണ്ടില്ല, പണിയെടുക്കുക നല്ല കണി ഉറങ്ങുന്നത്. ഗൈസ് അപ്പൊ ആഫ്റ്റർ ബിഫോർ കാണിക്കാം. എന്താ ഇങ്ങനെയുള്ളത്, ഇങ്ങനെയാണ് ഗൈസ് ഞങ്ങളുടെ അലമാരന്റെ ഇപ്പോഴത്തെ സ്ഥിതി. ഇന്ന് ഞങ്ങൾ സെറ്റായി കാണിച്ചു തരാം ഇൻഷാല്ലാ. എല്ലാം സെറ്റ്. അല്ലെങ്കിൽ എന്ത് പണിക്കാസ് ഇപ്പൊ കൂടെ അല്ലേ ഇന്ന് ആവശ്യമുണ്ട്. ശല്യമല്ലേ നമുക്ക് കട്ടാക്കാം ഗൈസ്. അപ്പൊ ഞങ്ങൾ പണി തുടങ്ങി. ഇത് വേണോ, ഇത് വേണ്ടാത്തല്ലോ. ഈ സിബ് പോയത് എന്താക്കുന്ന ഓക്കെ മടിക്കില്ല. പണ്ടത്തെ നാലാ ചെറിയ റിയേഴ്സൽ അതാണല്ലോ. ഇത് വേണ്ട കുപ്പായം പ്രേസാനാന്നില്ലേ ഞങ്ങക്ക്. മങ്ങന്റെ സൈസ് കൂടി, ആ കുറച്ച് തടി കൂടി കേസ്. അങ്ങനെ നമുക്ക് എല്ലാ സൈസ് ആവുന്നില്ല. എന്തിന്റെ സൈസ് തടി ആരുടെ സൈസ് ഗൈസ് അപ്പൊ എല്ലാം മടിക്കി വെച്ചാവാ. പാന്റ് സെക്ഷന് കഴിഞ്ഞ് ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഷർട്ടിലേക്കാണ്. കൊറേ പാന്റ് ഇതാക്കിയ ഒഴിവാക്കിയ റാക്കിലൊക്കെ എത്തുന്ന കഴിച്ചപ്പോൾ പാൻറ്റെല്ലാം ഫുള്ള് സെറ്റാക്കി. ഷർട്ട് കുറേ ഉണ്ട് കൈസ്. പണി ഇപ്പൊ തീർന്നു തോന്നില്ല. നമ്മളതാ പണി, സജീവമായ പണിയായിരുന്നു. ഒരു മിനിറ്റ് റെസ്റ്റ് ഇല്ലാത്ത പണിയായിരുന്നു ഗൈസ്. ഗൈസ് അപ്പൊ ഇത് ടീഷർട്ട് ഷർട്ടെല്ലാം ഒരു പക സെറ്റായവ ലാസ്റ്റ് മൊമെന്റിലേക്കുള്ള ജേഴ്സി. പിന്നെ ഈ പാന്റ് ഈ ഷർട്ടെല്ലാം ഇങ്ങനെ മാറ്റി വെക്കാം, ഇപ്പൊ റാക്കിലൊക്കെ എത്തുന്നില്ല. ഗൈസ് അപ്പോൾ ഫുള്ള് സെറ്റാക്കി ഗൈസ്. നോക്കിയാ എന്തൊരു മാറ്റി താഴെ ടീഷർട്ട് ഷർട്ട് പാൻറ് എന്തൊരു ഷോപ്പിൽ കാണിക്കുന്നതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ലുലു മാളിൽ പോകാണ്ട്. അപ്പോൾ ലുലു മാളിലേക്ക് പോകുന്നതിലേക്ക് നല്ലൊരു സർപ്രൈസ് സംഭവം ഉണ്ട് ഞങ്ങൾക്ക്. സർപ്രൈസ് അപ്പോൾ എന്താണെന്ന് പ്രതീക്ഷിക്കാത്ത കിട്ടിയ ഒരു അവസരമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അതിനെ മുതലാക്കും. നമുക്ക് പോയിട്ട് ഫ്ലോപ്പ് ആവാനും ചാൻസ് ഉണ്ട്, പറയാൻ പറ്റില്ല. ജാബിന്റെ വിഷയം. അപ്പോൾ അത് ചെല്ല ഇൻഷാല്ലാ. അപ്പോൾ പിന്നെ അല്ല നാഷണൽ ഡേൻ്റെ അന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗ് എടുത്തു. ചെറിയ വ്ളോഗ് അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം അത് ഞാൻ നിങ്ങൾ കണ്ടിട്ട് പോവാം. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മൾ റെഡി ആയിട്ട് നിൽക്കാല. റെഡി ആയിട്ട് കുളിച്ചിട്ട് വരും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നെന്താ ദിവസം ഇപ്പോൾ നാഷണൽ ഡേ. അപ്പോൾ നാഷണൽ ഡേൻ്റെ ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നത്. എന്തായാലും നമ്മൾ നാഷണൽ ഡേനെ ഒരു ആദരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റോറി സ്റ്റാറ്റസ് ഒന്നും ഇട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എടുക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ഗൈസ്. അപ്പോൾ ഞങ്ങൾ എന്താക്കുന്നതിന് ഫുഡ് കഴിക്കാൻ വന്നത് ഗൈസ്. അടുക്കറിയോ റോയൽ മന്തി. പൊടി പാറുന്നുണ്ടാവാ ഗൈസ്. അപ്പം അങ്ങനെ റോയൽ മന്തി ഒന്നാമതിനെ ഗാനം മുടക്കാന്ന പോലെ അതിനാവാ ഫുള്ള് പാട്ടും പൊടി പാട്ടി. ഞാൻ ഉള്ളിൽ കയറുന്നുണ്ട്. മങ്ങത്തിന്റെ പരിക്ക് പോയിട്ട് തിന്നുന്ന പോലെ ഇല്ലേ, പക്ഷെ മങ്ങത്തിന് മന്തി ഒന്നല്ല അവൻ. പൈസ കൊടുക്കണം. മംഗള പോലെ മാത്രം പാട്ട് മാത്രം ഉണ്ടാവും. ബീഫ് മന്തി വന്നതാണ്. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ അല്ല റോയൽ മന്തിന്റെ. റോയൽ മന്തിന്റെ സ്പെഷ്യൽ. ഇത് അഡ്വർടൈസ്മെന്റ് ഒന്നും അല്ല, എന്നാ ഇരിക്കട്ടെ.
എന്ത് പഠിക്കണ്ട നീ. അപ്പൊ നെക്സ്റ്റ് സാധനം വരുന്നുണ്ട്. ഇത് നമുക്ക് വേണ്ടത് ഗൈസ്. അങ്ങനെ റോയൽ മന്തി തൂന്നിട്ട് വന്ന പ്രാന്തൻ മംഗളത്തിന്റെ പോലെ ഉണ്ട് ഗൈസ്. ഫുള്ള് പ്രാന്തൻ കളി അല്ല മംഗളത്തിന് എല്ലാ മജായി നല്ല മജായിന് എല്ലാം കിട്ടീന് പോയിക്ക്. ചങ്ങാനെ വെയിറ്റ് ആക്കുന്നുണ്ടോ? നമ്മളെ ചെക്കനുണ്ട്, ചെക്കനെ കാണാൻ പോണം. അപ്പൊ ഓനെ കണ്ടിട്ട് വരും ഗൈസ്. എന്നിട്ട് हमारा कतीब कोई आज ब्लॉग में डालेगा. बर्थडे पार्टी ഗൈസ് പ്രതീക്ഷിക്കാത്തൊരു ബർത്ത്ഡേ. നീ ഇങ്ങനത്തൊന്നതിന് ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇത് നമ്മളെന്റെ കസിന് ചായ ആ ഗയാ. നമുക്ക് കണ്ടന്റ് ആയിട്ട് കിട്ടിയത് എന്തറിയോ, കുറച്ച് ബിസിനസിനെ പറ്റിയിട്ടുള്ള കുറച്ച് അറിവാണ്. ഞങ്ങൾ കുറെ വിഷയം പറഞ്ഞു ഗൈസ്. ये हमारा दोस्त है गोलसुख का, मेरा दोस्त है कतीब भाई, बोलेगा मेरा भाई जैसा है. और अभी हम वैसे बात करते हैं. സോറി ഗൈസ്, അപ്പൊ ഗൈസ് ഒന്നല്ലെങ്കിൽ കുറെ ഞങ്ങൾ വിഷയം പറഞ്ഞിട്ടില്ലേ. ആടെ ചായ കുടിച്ചോട് ഇന്ത്യ എടുക്കും ഇടുന്നത്. ഞാൻ ഇന്ത്യ തന്നെ. അപ്പൊ എന്തെങ്കിലും ആടെ ചായ കുടിച്ചിട്ട് വന്നിട്ട് ഇവിടെ കുറെ വിഷയം പറഞ്ഞു. ഏകദേശം 1.5 മണിക്കൂറായിട്ട് വിഷയം പറയുന്നത്. ഇവിടെ ഇരുന്നത് ആ ഗോൾസുക്കിന്റെ അടുത്ത് 12:30 ആണ് വിഷയം പറഞ്ഞത്. എന്നെ മല്ല അമ്മ ഇവിടുന്ന് റൂമിലേക്ക് കത്തി ഭായി പോലോ മലയാളം പോലോ. എന്ത് വിശേഷം और दूसरा और बोलो कुछ होगा मिले. 1 2 3 4 5 ഇതല്ലേ. അപ്പൊ അങ്ങനത്തെ കഥ അപ്പൊ റൂമിലേക്ക് എത്തി. അപ്പൊ ഗൈസ് നമ്മളെ വീഡിയോ വൈകിട്ടപ്പാക്കാൻ ടൈമായി ഗൈസ്. അപ്പൊ ഈ വീഡിയോ എത്ര തന്നെ ഗൈസ്. അപ്പൊ റെഡി. അപ്പൊ ഗൈസ് പോയിട്ട് വരുന്നു ഗൈസ്. പോലെ ചായ പിടിക്കാന്നോ. പക്ഷെ നാഷണൽ ഡേന്റെ ഫുള്ള് കൊടി വെച്ചിട്ട് കാണുന്നില്ല ഗൈസ്. എല്ലാ ദിവസവും തന്നെ കാണിക്കുമ്പോൾ മജയില്ല. അത്ര ഹാർഡ് വർക്കിന് കൈയടി കൊടുക്കും. അടി നല്ല ടേസ്റ്റ് ഗൈസ്. ഇനി കളികൾ ലുലു മാളില് വാ. ചായ കുടിച്ച് ഗൈസ്. ആശി ബ്രോ കുരുന്നനി എങ്ങോട്ടാ? ഇതാക്കി മറ്റേ പ്രാങ്ക് മെട്രോ കീഴിട്ട് നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ നടത്തുകൊണ്ടിരിക്കുന്നത്. ഈ വണ്ടിയിലാണ് നമ്മൾ പറഞ്ഞത്. വണ്ടി അവിടെ വെച്ചിട്ടുള്ള നല്ല റഷ് ചെന്നില്ലേ. അപ്പൊ എന്തെങ്കിലും ഞങ്ങൾ ഒന്ന് കൺഫേം ആക്കിയത് എന്തായാലും ലുലു പോയിന്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് നമ്മളെ. അപ്പൊ ലുലു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് എത്ര ഇപ്പൊ പോയിന്റ് കിട്ടുന്ന അത്ര ദിറംസ് ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ദിറംസ്. അപ്പൊ അതിന് ഇപ്പൊ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഒരു ദിറംസിന്റെ പർച്ചേസ് ആക്കാം. അങ്ങനെ ഇപ്പൊ ഞങ്ങൾക്ക് 291 പോയിന്റ് ഉണ്ട്. അപ്പൊ 291 പോയിന്റ് ദിറംസിന്റെ പർച്ചേസ് ആണ് നമ്മൾ ഇപ്പോൾ ഏകദേശം നാട്ടിലത്തെ 7000 റുപ്പീസിന്റെ പർച്ചേസ് ഫ്രീ. അപ്പൊ യോനിക്ക് 231 ഉണ്ട്. ഏകദേശം ഓനിക്ക് ഒരു 6000 രൂപ പർച്ചേസ് ആക്കാം. അതെങ്ങനെ കിട്ടുന്നു പറഞ്ഞേ.
അതെങ്ങനെ അത് കിട്ടുന്ന ട്രാൻസാക്ഷൻ ഒന്നുമില്ല. നമ്മ ക്രെഡിറ്റ് കാർഡില് എങ്ങനെ യൂസ് ആക്കുന്നത്, എത്ര കൂടുതൽ നമ്മ യൂസ് ആക്കി ക്രെഡിറ്റ് കാർഡ് യൂസ് ആക്കിയിട്ട് അത് നേരെ പെയ്ഡ് ആക്കി അങ്ങനെ നേരെ പെയ്ഡ് ആക്കി കറക്റ്റ് ആയിട്ട്. ഏത് ക്രെഡിറ്റ് കാർഡ് ആവല്ലോ? അല്ല NPD-ന്റെ ലുലു ഉണ്ടല്ലോ. ജാബി ഇതിപ്പോ പോയിന്റ് ഫുൾ ആവുറാ. ഒരു ടീഷർട്ട് എടുത്ത് അങ്ങനെ ഫുൾ ആകും. 150 രൂപ ഉണ്ടായ ടീഷർട്ടിന്. നോക്കാം, നമുക്ക് ലോ ക്വാളിറ്റി എന്നൊക്കെ നോക്കാം. ഇത്ര ഈ 4 കൊല്ലത്താക്കിയ പോയിന്റ് എല്ലാം ഒറ്റയടിക്ക് തീർന്നാൻ പോകുന്നത് 150 രൂപ ഉണ്ട് ഒരു ടീഷർട്ടിന്. അപ്പൊ വേണ്ട, നമുക്ക് അത്യാവശ്യമുള്ള മാത്രം എടുക്കാം. എന്ത് മെയിൻ എന്താ പറയാ, നമുക്ക് വേണ്ട ഷൂ വേണം. ഈ ഷൂ ഓൻ എത്ര ആയിടുന്നറിയോ? അപ്പൊ നല്ല ഷൂ എടുക്കാനുള്ള പ്ലാനിലുള്ള. എന്താ പൈസ എന്ത് ചെല്ലാനുള്ള എനിക്ക് ഇല്ലടാ. ഇത് ബ്രാൻഡ് 6N ആണ്. നമുക്ക് കുറച്ച് അങ്ങോട്ട് പോവാം. നമ്മളെ റേഞ്ചിലേക്ക് എത്തിയിട്ടല്ലടാ, നമ്മളെ റേഞ്ചിലേക്ക് പോവാ. നല്ല ബ്രാൻഡ് ഷൂ മാത്രം നമുക്കില്ല. ബ്രാൻഡ് വേണോ? പക്ഷെ ബ്രാൻഡ് ഷൂ ഒന്നും ഒരു കാണാൻ ലുക്കില്ല. ഇത് സ്കെച്ചേഴ്സിന്റെ നോക്കേ. ഇത് ഞാൻ പറഞ്ഞ് കിട്ടുമ്പോ എങ്ങനെ ബാഗ് ജാവി നിക്കുക നല്ലത്. ഞങ്ങളുടെ കൊറേ നോക്കി പൈസ ഫ്രീക്ക് സാധനം കിട്ടുന്നേ, പക്ഷെ എന്തെടുക്കണമെന്ന് അറിയില്ല. ഫ്രീ കിട്ടുന്നതായിട്ട് പോലെ ഒരു എടുക്കാന് തോന്നുന്നില്ല നമുക്ക്. എന്തെല്ലാം കളക്ഷൻ നല്ല ബ്രാൻഡ് സാധനമുള്ള. അപ്പൊ നമുക്ക് അങ്ങനത്തെ നമുക്ക് കുറച്ച് ലോക്കലായ സാധനമല്ല, കാണാൻ ലുക്ക് വേണം. കാസർഗോഡ് അങ്ങനല്ല അധികം നോക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നോക്കുന്നത്. ഒരു മജ്ജ കിട്ടുന്നില്ല ഒരു സാധനം. അങ്ങനെ ഷൂ നോക്കാം. സ്കെച്ചേഴ്സിൻ്റെ എല്ലാം ഇട്ട കംഫർട്ട് ഉണ്ടാവും അത്ര. അല്ല ഇപ്പോൾ നീ എന്തായിരുന്നു അതിലൊരു നല്ല കളക്ഷൻ ഇല്ല. മെയിൻ എന്താ ഓഫറെല്ലാം ഇട്ടിട്ടുള്ള. അപ്പം അതിനോട് എന്ത് തോന്നുന്നു ഒരു മോഡലെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഈ പൈസ വെച്ചിട്ട് നമുക്ക് എന്ത് സാധനം എടുക്കണമെന്ന് അറിയില്ല. അതാണ് ഇപ്പോൾ ഈ കാലത്ത് സംഭവിച്ചിരിക്കുന്നത്. ഒരു ഭാഗം ഇഷ്ടപ്പെട്ടില്ല. ചോക്ലേറ്റിൽ എടുത്തിട്ട് ഇഷ്ടപ്പെടുന്നു. എന്തെങ്കിലും ഇതൊന്നും കിട്ടുന്നില്ല. ഷൂ നല്ല ഡ്രസ്സൊന്നും കിട്ടുന്നില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഈ ഗ്രോസറി ഒന്നും സാധനം മേങ്ങിട്ട് പോകുന്നു. ഇറച്ചി കറിയൊക്കെയോ? ഇറച്ചി ആരൊക്കെ ഈ സാധനം ഇത് സംഭവം എന്തറിയോ? കാണാൻ ലുക്ക് ഉണ്ടെന്ന് മാത്രം. തീരെ ടേസ്റ്റ് ഇല്ലാത്തൊരു സംഭവം. ടേസ്റ്റ് അല്ല, നല്ല സാധനം, തടിക്ക് നല്ലത്. ഇതെന്താ പറഞ്ഞാ, ഇത് നമ്മളെ പൊണ്ടോ ഷേവ് ആക്കിട്ട് വന്നത്. ഷേവ് ആക്കിട്ട് താടി കട്ടിങ് ഷേവിങ് എല്ലാം കഴിഞ്ഞിട്ട് വന്നതാണ്. പൊണ്ടോ കഴിച്ചത്? ഇളനീര് വരുന്ന തായ്ലാൻഡിൽ നിന്ന് വരുന്നത്. നമ്മുടെ കേരളത്തിൽ എങ്ങനത്തെ വേണം അങ്ങനെ. ഇത് 69 റംസ് ഉണ്ട്. അതിപ്പോ നമുക്ക് 35 റംസിന് കിട്ടും. വേറെ അങ്ങനെ സാധനം കാര്യമായിട്ട് എന്തെടുക്കാൻ. ലണ്ടൻ ഡയറിയിൽ ഓഫർ ഒന്നുമില്ല. അങ്ങനെ ബാസ്കിൻ റോബിൻസിന്റെ ഒരു ഐസ്ക്രീം എടുക്കാൻ തിരിച്ച് ഇന്ന് ടേച്ചിട്ടാ ഇത് അടിച്ചടിച്ചാ പൈസ അടി യൂസും കല്ലി മാത്രം ഞങ്ങൾ അവളൊക്കെ നോക്കില്ല. അല്ല ഇത് ഈ ഗ്ലാസ് എടുത്താൽ എന്താ ഇപ്പോ നല്ല ഓട്സ് ആക്കി കുടിക്കാം നമുക്ക്. ഇത് മറ്റേ ആ ചെക്കനോട് ഉറക്കം പിടിച്ചാ 389 എന്റെ പോകും. അതിങ്ങനെ അങ്ങനെ വീടിന് ഇങ്ങനെ ബലിക്കാണ്ട് ബായി തന്നെ. ഇത് ഞങ്ങൾക്കില്ല, ഞങ്ങൾ രാവിലെ ഉണ്ടാക്കിയ ഓട്സിന് ഒരു പാത്രം ഉണ്ടാക്കിയ ഈ ചെയറിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞ ഇത് തമാസല്ല. പാർക്കിലും പോയിട്ടല്ലേ ഇരിക്കാം. ഒന്ന് കാണിച്ചാ അതിന്റെ ക്വാളിറ്റി. ഇരുന്നെങ്കിൽ ഇരുന്ന പോലെ ഉണ്ടാവല. സിമ്പിൾ ആയിട്ട് ഫോൾഡ് ആക്കാം. കഴിഞ്ഞില്ല ഇപ്പൊ പണ്ട് കാലത്ത് നമ്മൾ ഫോൾഡിങ് എന്ത് പൂളായിട്ട് കൊണ്ടുപോവാ. പൈസ എന്ത് നോക്കുന്നുള്ള ഓന് ബായ് നോക്കുന്നുണ്ട പൈസല്. നല്ല ഏത് നല്ല ബ്ലോഗേഴ്സ് പറയേ ഓട്സ് ആക്കിയിട്ടില്ല ഇങ്ങനെ മുമ്പിൽ
ഞാൻ ചില്ലി സാധനം വന്നിട്ടോ കണ്ടിട്ടോ നീ ചെല്ലത് ഇന്നൊക്കെ തരും ഇതിവിടെ ലുലുമാള ഫുള്ള് കറങ്ങിട്ടായി ഓരോ ചെല്ലിയ സാധനം മാത്രം കിട്ടിയില്ല ഫസ്റ്റ് ബോൾ ഒന്നും ഇങ്ങനെ അത് ഞങ്ങൾ ക്യാൻസൽ ആയി കഴിച്ചു ഇതില്ല ഇത് പ്രാന്ത സാധനവാ ഇതൊന്നും അല്ലെങ്കിലേ എടുത്തിട്ട് കാണിക്കാം ഇത് കുപ്പി ഇതിന്റെ അടിയിൽ കുപ്പി ഈലാണ് ഞങ്ങൾ ഓട്സ് ആക്കാൻ പോകുന്നത് ഇതിന്റെ ഇത് ക്ലിപ്പ് ഉണ്ട് നല്ല ചേർക്കമാണെങ്കിൽ നമുക്ക് പാർസലാക്കിട്ട് കൊണ്ടുപോവാം അപ്പൊ അങ്ങനത്തെ 2 സാധനം കിട്ടുന്നത് അപ്പൊ ഞങ്ങൾ എന്താക്കി ഇതന്നെ ഇത് ചെറിയ സൈസും വലുതും വലുതുണ്ട് പിന്നെ വലുതാക്കി ഓക്കെ ഗൈസ് അങ്ങനെ ജാബിക്കുണ്ടാവുക ജാബിന്റെ ബില്ലാക്കുന്നുണ്ട് ഇതെല്ലാം 300 എത്ര സാധനത്ത് 238 സാധനം എടുത്തിനാവാ എന്താ നീ ആ കാർഡ് കാണിച്ചിട്ട് സെറ്റ് ആയതാ കാർഡ് പോയിന്റ് എടുക്കും 7 ലുലു പോയിന്റ് ഗൈസ് അങ്ങനെ റിട്ടേൺ പോകുന്നുണ്ടാവാ ഞാൻ കാര്യം വരെ വിറ്റുണ്ട് അത് മനസ്സിലായല്ല ഞാൻ ഓർത്തിരിക്കുന്നുള്ളൂ ഞാൻ ഇട്ട് ഫൈനലി ഞങ്ങളെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ദിസ് ഈസ് നൈഫ് പാർക്ക്. മുണ്ടകപ്പാടത്തെ മുത്തുമ്പാവിഴവും കൊയ്യാനെത്തണ പ്രാവാണ്. തങ്കക്കീനകളെ തഞ്ചിച്ചും കൊഞ്ചിച്ചും പാരാക്കാറുള്ള പാട്ടാണ്. തിങ്കൾ വന്ന് കൊണ്ടുവന്ന പാൽക്കുടം കാലമെന്റെ ചുണ്ടിലും മകച്ച തേൻകണം. ഉള്ളിലുള്ളിൽ തുമ്മിത്തുള്ളും ചെല്ലു പ്രായം മരക്കുടയാൽ മറക്കും മരക്കുടയാൽ മുഖമറക്കും മാനല്ല. മഷി കറുപ്പാൽ മിഴി എഴുതും മീനല്ല. ഞാൻ നമ്മ ബീഫ് മന്തി ഒന്ന് ഇന്നിപ്പോ സീ ബ്രീം നോക്കാം അങ്ങനെയാണ്. റോയൽ മന്തിയിൽ തന്നെ തങ്കമാനസർ എന്ത് ബീഫിന്റെയാ ഗൈസ്. അപ്പൊ ഫുഡെല്ലാം കഴിച്ചിട്ട് വന്ന് കൊറേ വിശ്വം പറഞ്ഞിട്ട് ഒരു മാതിരിയായി. അപ്പൊ കൊറേ ആളെ ഇപ്പൊ അങ്ങനെ കാറി എല്ലാത്തിനും കാറിയെല്ലാം അറിയാനാണ് ചിലപ്പോ കുറ്റം പറയുന്നത് പെണ്ണുങ്ങളെ വിശ്വം പറയുന്നില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് കഥ പറഞ്ഞു ആടെ നൈഫ് പാർക്ക് ചെയ്തിട്ട് ബിസ് തന്നെ. അപ്പൊ അങ്ങനെ എന്റെ ഇപ്പോ റൂമിലേക്ക് എത്തി. അപ്പൊ ഇൻഷാ അല്ലാഹ് വീഡിയോ വൈൻഡപ്പ് ആക്കാൻ ടൈമായി. ഇനി ഒരു വീഡിയോ മായി വരുന്നവരേക്കും ഗൈസ്. അപ്പൊ പുതിയൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നത്. ഉന്നോട് പേര് വലിയ കുടിച്ചണ്ട് 10,000 പേര്.